കെ.സി. വേണുഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വേരുകൾ പയ്യന്നൂരിലെ സാധാരണമായ ഒരു കുടുംബത്തിലാണ്. പരേതനായ കുഞ്ഞിക്കണ്ണൻ നായരുടെയും ജാനകി അമ്മയുടെയും മകനായി ജനിച്ച് പ്രതിസന്ധികളോട് പൊരുതിയാണ് അദ്ദേഹം വളർന്നത്. കണ്ണൂരിലെ പയ്യന്നൂരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന ഡൽഹിയിലെ AICC ആസ്ഥാനം വരെ എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഇതിഹാസം. അതെ, ശ്രീ കെ.സി. വേണുഗോപാൽ. പലരും അദ്ദേഹത്തെ ഇന്ന് കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ നിഴലായിട്ടാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള കരുത്തനായ ജനറൽ സെക്രട്ടറി ആയിട്ടാണ്. എന്നാൽ ഈ വളർച്ച പെട്ടെന്നുണ്ടായ ഒന്നല്ല. പയ്യന്നൂർ കോളേജിലെ ക്ലാസ് മുറികളിൽ നിന്നും KSUവിന്റെ സമരവീഥികളിൽ നിന്നുമാണ് ഈ പോരാളി വളർന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്: ക്ഷമയും വിശ്വസ്തതയും. 1996 ആദ്യമായി ആലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരു യുവ നേതാവായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ആലപ്പുഴയുമായുള്ള ആ ആത്മബന്ധം. 3 തവണ MLA ആയി, കേരളത്തിന്റെ ടൂറിസം മന്ത്രിയായി, പിന്നീട് ഡൽഹിയിലേക്ക്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സിവിൽ ഏവിയേഷൻ രംഗത്ത് അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ പാർട്ടിയെ തളരാതെ പിടിച്ചു നിർത്തിയ സംഘാടകൻ എന്ന നിലയിലാകും ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുക. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ട ഭാരത് ജോഡോ യാത്രയുടെ പിന്നിലെ ആസൂത്രകനായി നമ്മൾ കെ.സിയെ കണ്ടു. വെല്ലുവിളികൾക്ക് മുന്നിൽ പതരാതെ നിശബ്ദനായിരുന്ന് കാര്യങ്ങൾ നീക്കുന്ന ഒരു സൈലന്റ് ഓപ്പറേറ്റർ. ഇന്ന് അദ്ദേഹം വീണ്ടും ആലപ്പുഴയുടെ ജനപ്രതിനിധിയായി പാർലമെന്റിലുണ്ട്. പദവികൾ വരാം പോവാം, പക്ഷേ സാധാരണക്കാരനായ ഒരു പ്രവർത്തകന് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ എത്ര ഉയരത്തിലെത്താമെന്നതിന്റെ ഉദാഹരണമാണ് കെ.സി. വേണുഗോപാൽ. ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് ആ യാത്ര ഇന്നും തുടരുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണോ അല്ലയോ? കമന്റ് ചെയ്യും. അറിയാത്തവർക്കായി ഷെയർ ചെയ്യും.